75 ലക്ഷം കുഞ്ഞുങ്ങളെ അമേരിക്ക കൊന്ന് തള്ളിയത്. വിവാഹമില്ലാത്ത കാലം 2 ചേച്ചിമാർ ഒരുമിച്ച് താമസിക്കുന്നു. കോടതിയിലെ 2 വക്കീലന്മാർ. 36 രാജ്യങ്ങൾ സ്വർഗ കല്യാണം. ഇവിടെ ഒരു കല്യാണമുള്ള സ്ത്രീക്ക് പുരുഷൻ, പുരുഷന് സ്ത്രീ. ആദമന് മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല, ക്ലിയർ വചനം. അതുകൊണ്ട് നിങ്ങൾ വരുന്നതിന് മുട്ട് ഭാഷ പറഞ്ഞു കേട്ടില്ലയോ, എല്ലാവരും വരുന്നതിന് മുട്ട് ഞാൻ വന്നു, സന്തോഷമില്ലല്ലോ. 5:30 ആയപ്പം വന്ന്. മൈക്ക് നേരത്തെ വേണ്ടിയിട്ടല്ല, ചായ കുടിക്കാനല്ല. സ്വത്രം മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ഈ കാര്യം പറയാൻ സമയം വേണം. അപ്പം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. തക്ക ഒരു തുണയെ ദൈവം കൊടുത്തു. ആദമിന് ദൈവം ഗാഠനിദ്ര വരുത്തി. ആദമിൻ്റെ ഒരു വാരിയൽ വരിച്ചൂരി. ആദമിന് ഗാഠനിദ്ര വരുത്തിയത് കണ്ടിട്ട് ഒരു ഇസ്രായേൽ ശാസ്ത്രജ്ഞൻ മനുഷ്യനെ എങ്ങനെ ഉറക്കാൻ പറ്റും അവൻ ആദ്യം കണ്ടുപിടിച്ചു ക്ലോറോഫോം. 2 മൂത്ത ചേട്ടൻ അനസ്തേഷ്യ. മനസ്സിലാകുന്നവർക്കായി ഇനി തമിഴ്നാട്, കേരളം PSC എഴുതുന്ന കുഞ്ഞുങ്ങൾ ഓർക്കണം. അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാരാ? ഡോക്ടർ ജെയിംസ് സിംസൺ. ഓർക്കണേ മക്കളെ, എഴുതി വെച്ചാട്ട് 10 മാർക്ക് കിട്ടും. കേട്ടിട്ട് ടീറ്ററ്റ്, എഞ്ചിനീയറിംഗ്, നീറ്റ് എല്ലാ ഈറ്റിലും കിട്ടും. സ്വത്രം ഈ ക്വസ്റ്റ്യൻ. ആ ജെയിംസ് സിംസൺ അനസ്തേഷ്യ കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. പാറശാല SP പോകുന്നവരോട് ചോദിച്ചാൽ മതി, അനസ്തേഷ്യ കുത്തുന്ന ഡോക്ടറോട് ചോദിച്ചാൽ മതി, ഇതാരാ കണ്ടുപിടിച്ച പുള്ളി പറഞ്ഞു തരും. അദ്ദേഹം പറഞ്ഞു തരും. പിന്നെ ഡോക്ടർ ജെയിംസ് സിംസൺ, അദ്ദേഹം നോബൽ സമ്മാനം കിട്ടി. കാല് തളർന്നു പോയി. പ്രായം ചെന്ന അപ്പച്ചനായിരുന്നു. വീൽ ചെയറിനകത്ത് പത്രക്കാരെല്ലാം കാണുമെന്ന്. അപ്പച്ച അനസ്തേഷ്യ കണ്ടുപിടിച്ച് എൻ്റെ നോബൽ സമ്മാനം കിട്ടി. അപ്പച്ചൻ പറഞ്ഞു, നോബൽ സമ്മാനമല്ല വലുത്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ച അതാ വലുത്. കരം ഉയർത്തുന്നവർക്കായി ഈ ലോകത്തിലെ നന്മകളും കരുണകളും ഇവിടെ നിൽക്കുമ്പോൾ നിത്യതയ്ക്ക് വേണ്ടി അവകാശമുള്ളവൻ അവൻ സ്വർഗത്തെ നോക്കി പ്രശംസിച്ചു കൊണ്ടിരിക്കും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവരെ 2 പേരെയും കൂടെ കൊണ്ടുവന്ന് ഏതനകത്ത് ആദ്യത്തെ കല്യാണം നടത്തിയത്. ഏതത്ത് അടക്കി പാടുക, പെറ്റുവരിക, സന്താനപുഷ്ടി ഉള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം സമം 1000 സംവത്സരം. വാഗ്ദത്തങ്ങൾ. തോട്ടത്തിൻ്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും ഫലം. നാളെ എന്ന് പറയാം, ഇന്ന് രാത്രി. അപ്പോൾ ആദ്യത്തെ കല്യാണം നടത്തിയ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് പള്ളികൾ CSI ഇപ്പോൾ വരുമ്പോൾ RC, അപ്പോൾ പാറശാല മാർത്തോമ, ഇവിടെ എല്ലാം കൊടപിള്ളാകത്ത് വേറെ ലാറ്റിൻ പള്ളി. അവിടെ ചെറുക്കനെയും പെൺകുട്ടിയെയും വൈദികൻ പ്ലാറ്റ്ഫോമിനകത്ത് ആൾത്താരുടെ മുമ്പിൽ നിർത്തും. വധുവിനെയും വരനെയും നിർത്തിയതിനു ശേഷം മാലയും കൊടയും എല്ലാം അവിടെ എടുക്കുന്നതിന് മുമ്പ് കയ്യിലിരിക്കുന്ന മിന്നെടുത്ത് മാല കൊടുത്തിട്ട് ഞാനൊരു പാട്ട് പാടും. വാനിൽ നിന്നൊരു മകുടം കർത്തൻ കയ്യാലത് വാഴ്ത്തി മണവാളന് നൽകി മണവാട്ടിക്കും കൊടുത്ത് വൈദിക ശമ്മാശന്മാരാൽ അനുഗ്രഹിച്ചു. സ്വർഗത്തിലെ ദൈവം ഏതൻ്റെ പൂങ്കാവനത്തിൽ ആദമ്യ കുടുംബത്തെ സംയോജിപ്പിച്ച കരത്താൽ നിങ്ങളുടെ കുടുംബജീവിതം ഒരുമിപ്പിക്കുന്നു. ആര് കാണുന്നു? നമ്മൾ ചവക്കോട്ടയിരുന്ന് പിന്നെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുമല്ലോ, സന്തോഷമില്ലല്ലോ. അടുത്ത ദാണ്ട പെന്തക്കോസ്തിനകത്ത് കല്യാണം നടത്തുന്ന പാസ്റ്റർമാരെല്ലാം ഉണ്ടല്ലോ. ഒരു പെങ്കൊച്ചിനെ ചെറുക്കനെ മേടെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കല്യാണം നടത്തൂ. വരൻ്റെ വീട്ടിൽ നിന്ന് 15 മിനിറ്റ്, വധുവിൻ്റെ വീട്ടിൽ നിന്ന് 15 മിനിറ്റ്. പ്രീനു പാടും, ഇന്നി മംഗല്യ ശോഭിപ്പാൻ എല്ലാം നന്മയ്ക്കായി. അതിനുശേഷം അരുമയാണ് ഊളിയക്കാരൻ വരും. പെങ്കൊച്ചിനെ ചെറുപ്പക്കാരനും കൂടെ ചേർത്ത് നിർത്തിയിട്ട് കാര്യങ്ങളെല്ലാം പറയും. അതിനുശേഷം 2 പേരെയും കരം കൊടുത്തതിന് ശേഷം കരമുയർത്തു. ഇന്ന് എന്താ കരമുയർത്തുന്നത്? 6,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏതൻ്റെ പൂങ്കാവനത്തിനകത്ത് ഇറങ്ങി വന്ന് ആദം ഹവ്വ ദമ്പതികളെ കരം പിടിച്ച് അനുഗ്രഹിച്ച സർവശക്തന്റെ കരത്താൽ നിങ്ങളുടെ വിവാഹ ജീവിതത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ച് പുതിയ കുടുംബമായി മാറ്റുന്നു. അതല്ലയോ നടക്കുന്ന പാറശാല ശീല കല്യാണ മണ്ഡപത്തിൽ. ആര് കാണും? സ്വോത്രം. നമ്മളെ താഴെ ചിക്കൻ കാലിന് നോക്കിയിരിക്കും. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഉപദേശി എത്ര ക്ലിയറായിട്ടാണ് കല്യാണം നടത്തുന്നതെന്ന് അറിയാമോ? പറഞ്ഞു തരാം, മനസ്സിലാകുന്നവർക്കായി. ഏതൻ്റെ പൂങ്കാവനത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം. ഇന്നത്തെ കല്യാണം എവിടെ? ഇണയില്ല, തുണയില്ല, ഒന്നുമില്ല. എവിടെ കല്യാണം? കമ്പ്യൂട്ടർ നടത്തും, മന്ത്രകോടി പോത്തീസ് കൊണ്ടുവരും, ചാപ്പാട് ശീലേക്ക് കിട്ടും. സ്വോത്രം. അവിടം വരെ കല്യാണം. അമേരിക്കയിലേക്ക് പോവുക എല്ലാവരും. വിവാഹമോ? ഞങ്ങളില്ല അമേരിക്കക്കാർ. ലോസ് ആഞ്ചലസിലെ കൊടുങ്കാറ്റപ്പം പറയാൻ പോകുന്ന എല്ലാവരും കേൾക്കണോ? കർത്താവിൻ്റെ വരവ്. നോഗയുടെ കാലം, ലോത്തിൻ്റെ കാലം പ്രസംഗിക്കുന്നത്. താഴെക്കുന്ന വിഭാഗമോ? ഞങ്ങളില്ല അമേരിക്കക്കാർ. അമേരിക്കയിൽ ഒരിടത്തും വിഭാഗമില്ല. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ഒന്നിച്ച് താമസിക്കുവാൻ 2 പെൺകുട്ടികൾ. ഇത് വടക്കൻ പറവുകാരെ ശരണ്യം ശ്രുതിയും താമസിക്കുന്നത് ബാംഗ്ലൂരിൽ. കോടതി രേഖ. ദൈവം വെച്ച കല്യാണം തക്കതുണ. താഴെക്കുന്ന ഇതിൻ്റെ പേരാ പെൺകുച്ചികൾ മനസ്സിലാക്കി. ലെസ്ബിയൻ മാരേജ്. താഴെക്കുന്നു കത്തോലിക്ക സഭ. വിൻസെന്റും ബ്രൂണോയും എല്ലാവർക്കും കാണാം. അവറാച്ചാനും തോമാച്ചാനും പള്ളി വെച്ച് കല്യാണം. ഇതിൻ്റെ മാരേജിൻ്റെ പേരാ ഗൈ മാരേജ്. തീർന്നില്ല, കർത്താവ് വരാറായി. സ്വർഗ വിഭാഗത്തിന് ഫ്രാൻസിൽ അംഗീകാരം. സ്ത്രീക്ക് സ്ത്രീയോടും പുരുഷന് പുരുഷനോടും. പറയാൻ നാണക്കേടാ. പള്ളികലുകാരുടെ നാടൻ മലയാളം. കുഞ്ഞമ്മ ചിന്നമ്മയോടും അവറാച്ച മത്തായച്ചനോട് കല്യാണം കഴിക്കും. ഇതിൻ്റെ പേരാ സ്വർഗ വിഭാഗം. സ്വോത്രം. തീരാൻ പോവുക. ഇതാ നോഗയുടെ കാലം. സ്വർഗ വിഭാഗത്തിൻ്റെ US-നകത്ത് പച്ചക്കൊടി. ഇതാ കിടക്കുന്നു. അമേരിക്കയിൽ 51 സ്റ്റേറ്റ്. 51 സ്റ്റേറ്റിനകത്ത് US-നകത്ത് പച്ചക്കൊടി. തീർന്നില്ല. ഓസ്ട്രേലിയയിൽ ആദ്യ സ്വർഗ വിഭാഗം. മനസ്സിലാകും
മനസ്സിലാകുന്നവർക്കായി. ഒരു ക്രിസ്ത്യൻ കൺട്രിയാണ് ഓസ്ട്രേലിയ, അവിടെ സ്വർഗ വിഭാഗം തീർന്നില്ല. ഇതെല്ലാം ചുഴലിക്കാറ്റത്തിലേക്ക് ലോകം തീരായി. 18 കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കുക. എല്ലാവരും കണ്ടാട്ടെ, 18 കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കുക മനസ്സിലാകുന്നവർക്കായി. ഇറച്ചിപ്പാലം വ്യവസായം കൂടി കഴിയുമ്പോൾ കാഞ്ഞിരക്കാട് ഇറച്ചിപ്പാലം സൺ എഞ്ചിനീയറിംഗ് കോളേജ്, അതിൻ്റെ അപ്പുറത്ത് സെൻറ്റ് ജെയിംസ് എഞ്ചിനീയറിംഗ് കോളേജ്. നിങ്ങൾ ചൊവ്വായി ഇന്ന് വന്നുകൊണ്ട് ഇറച്ചിപ്പാലം അറിയത്തില്ല, തടിക്കാർ പോകണോ അറിയത്തില്ല, അവിടെ നിൽക്കട്ടെ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ഇവിടുന്ന് നല്ല ഒരു പെൺകുട്ടി പോകുന്നു പാറശാലയിൽ നിന്ന്, 20 വയസ്സ് പയ്യൻ. അവൻ ME പഠിക്കുന്നു സെൻറ്റ് ജെയിംസ്. രണ്ടുപേരും ഒരു വണ്ടിയിലായിരുന്നു യാത്ര. കേട്ടാട്ടെ, ഒരു സുപ്രഭാതത്തിൽ രണ്ടുപേരും വീട്ടിൽ വന്നില്ല. അപ്പനും അമ്മയ്ക്കും വിവരം കിട്ടി. എന്താ കിട്ടിയെന്ന് അറിയാമോ? നമ്മുടെ നാഗർകോവിൽ കോടതി പോയി വക്കീലിനെ കണ്ട 5000, കോടതിക്ക് 2000, വക്കീലിന് 3000. നല്ലൊരു പേപ്പർ കിട്ടി. അതിൻ്റെ പേരാണ് ലിവിങ് ടുഗദർ സർട്ടിഫിക്കറ്റ്. അവർ മാർത്താണ്ഡ താഴത്ത് നിന്ന് നമുക്ക് തോവാളയ്ക്ക് മാർത്താണ്ഡ താഴോട്ട് പോകുന്ന വഴിയിൽ നല്ലൊരു വാടക വീട് കിട്ടി. അപ്പം പാറശാല അപ്പച്ചൻ അറിഞ്ഞു പെങ്കൊച്ചും പയ്യനുമായിട്ട് നല്ല കല്യാണമൊക്കെ എന്തൊക്കെ റെഡിയായി. എന്നാലും വിചാരിച്ചൊന്ന് ട്രൈ ചെയ്യാം. പള്ളികളിൽ നിന്ന് കാവൽത്തുറ അധികാരികളുമായിട്ട് അവിടെ പോയി. രാവിലെ 7 മണിയായപ്പം മാർത്താണ്ഡം ചെക്ക് പോയി നമ്മുടെ പാലത്തിൻ്റെ അവിടെ നിന്ന് താഴെ വാടക വീട്ടിൽ പോയി. പയ്യനും പെങ്കൊച്ചും അവിടെ ഇരിക്കുന്നത്, നല്ല ടീ ആയിരിക്കുന്നത്. അപ്പോൾ പാപ്പ പറഞ്ഞ് മോള് വണ്ടി കയറി വീട്ടിൽ പോകാം. മോള് പേപ്പർ കാണിച്ച്. സ്വോത്രം. അപ്പോൾ പോലീസുകാരും കൂടെ ഉണ്ടായിരുന്നു. കാവൽത്തുറ അധികാരികൾക്ക് ടീ കൊടുത്ത് അവർ പറഞ്ഞു, അയ്യാ നമുക്ക് വീട്ടിലേക്ക് പോകാം, വീട്ടിക്ക് വാസൽ പോകാമെന്ന്. സ്വോത്രം. കിടക്കുന്ന ചെറുക്കനും പയ്യനും ജീവിക്കാൻ ലിവിങ് ടുഗദർ, കല്യാണം കിടക്കുന്നു. ഇവിടെ കേരളത്തിൽ നടക്കുന്നതല്ല, തമിഴ്നാട്ടിലും കൂടെ എഴുതിക്കാം അമ്മയെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, യെരൂശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളുടെ തലമുറകളെ ചൊല്ലിക്കരയുവാൻ അന്ത്യകാലമായി. തീർന്നില്ല. ട്രാൻസ്ജെൻഡർ മാര്യേജ്. ഇഷാനും സൂര്യയും കല്യാണം കഴിക്കുന്നു. ട്രാൻസ്ജെൻഡർ മാര്യേജ്. അടുത്ത കല്യാണം. എല്ലാവരും കേട്ടാട്ടെ, ലൈവും ക്ലിയറായിട്ട് കണ്ടവർക്ക് പിന്നെയും കാണാം. ഇന്ത്യയുടെ കോടതി മുറിയിൽ കിടക്കുന്ന 2 ചേച്ചിമാർ ഒരുമിച്ച് താമസിക്കുന്നു. കോടതിയിലെ 2 വക്കീലന്മാർ. ഇനി അടുത്തത് കേട്ടാട്ടെ. കഴിഞ്ഞ വർഷം ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നു. ഇന്ത്യൻ സുപ്രീം കോടതിയിൽ 3 പെൺകുട്ടികൾ പോയി. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യ സ്വാതന്ത്ര്യമുള്ള രാജ്യം, ജനാധിപത്യ രാജ്യം, ഞങ്ങൾക്കിവിടെ ലൈസൻസ് വേണം. പെൺകുട്ടികൾക്ക് ഒരുമിച്ച് കല്യാണം, ചെറുപ്പക്കാർക്ക് ഒരു കൽമിച്ച് കല്യാണം. 36 രാജ്യങ്ങൾ സ്വർഗ കല്യാണം. ഗ്രീസ് എന്ന് പറയുന്ന സ്ഥലം ഓർത്തഡോക്സ് സഭയുടെ കേന്ദ്രം, അവിടെയും കല്യാണം. അപ്പോൾ സുപ്രീം കോടതി നല്ല ജഡ്ജ് TY ചന്ദ്രചൂഡ്, അദ്ദേഹം വിചാരിച്ചു ഇന്ത്യയിലും എഴുതാം. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി, ഏത് പാർട്ടി ആയിക്കോട്ടെ, പാർട്ടിക്കാരെല്ലാം നമ്മൾ ബഹുമാനിക്കുന്നു. BJPയുടെ അറ്റോർണി ജനറൽ, സോളിസിറ്റർ ജനറൽ എഴുന്നേറ്റ് പറഞ്ഞു, സാറേ ശമ്പളം തരുന്നത് പെങ്കൊച്ചുങ്ങളല്ല, ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യ ആർഷഭാരതം. ഇവിടെ ഒരു കല്യാണേ ഉള്ള, സ്ത്രീക്ക് പുരുഷൻ, പുരുഷന് സ്ത്രീ. കരമുയർത്തുന്നവർക്കായി ബില്ല് മാറ്റി. അതുകൊണ്ടാ പൗലോസ്ലീഹ പറഞ്ഞ, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്ന, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ. ബാക്കി നാട്ടുകാർ കേൾക്കട്ടെ. 3 വർഷം കഴിഞ്ഞ് അതിനകത്തൊരു മലയാളി പെൺകുട്ടി, ക്രിസ്ത്യാനി, അവൾ ടെലിവിഷൻ ചാനലിൽ അഭിമുഖം കൊടുത്തതാണ്. ഇനി ഞങ്ങൾ സുപ്രീം കോടതി പോകുമെന്ന് എൻ്റെ പാസ്റ്റർമാരെ കർത്താവ് വഴിയെടുക്കാറായി. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അന്ത്യദിനം ദാണ്ട് ഇന്ന് കേരളത്തിലെ, ഇത് തൊട്ടടുത്ത് നിങ്ങളുടെ ചേർന്ന് കിടക്കുന്ന കേരളം, അവിടെ തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ്, അദ്ദേഹം പറഞ്ഞ ചെറുക്കനും പെണ്ണും വരേണ്ട, ഓൺലൈനിൽ കൈവച്ചാൽ മതി, ഞങ്ങൾക്ക് ഫീസ് തന്നാൽ മതി. കല്യാണം കമ്പ്യൂട്ടർ നടത്താൻ പോകുന്നു. എവിടം വരായി. ഇവിടുത്തെ പള്ളികൾ കഴിഞ്ഞിട്ട് പാറശാല പഞ്ചായത്ത് സെക്രട്ടറിയോട് കൊടുത്താൽ മതി, കമ്പ്യൂട്ടർ വഴി കല്യാണം നടക്കും. ചെറുക്കനും പെങ്കൊച്ചും എവിടെങ്കിലും വരുന്ന സബ് രജിസ്ട്രാർ കൊടുത്താൽ കല്യാണം നടക്കും. വിവാഹമില്ലാത്ത കാലം പുറകെ വായിച്ചു തര്. അങ്ങനെ ഒരു കാലമുണ്ടോ? ഇന്ന് രാത്രി ആദ്യം അമേരിക്ക 1991, എല്ലാവരും കേട്ടാട്ടെ. ബിൽ ക്ലിന്റൺ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ആദ്യം സ്വർഗ വിവാഹം കൊണ്ടുവന്നു. അവിടുത്തെ അച്ഛന്മാരും പാസ്റ്റർമാരും എല്ലാം ബിൽ ക്ലിന്റനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ നമ്മുടെ നോട്ടിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് $. വി വിൽ ട്രസ്റ്റ് ഇൻ ഗോഡ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, മറുതലിക്കരുത്. ദൈവം ന്യായം വിധിക്കാം. അമ്മ അച്ചായ ഇന്ന് രാത്രി പള്ളികൾ കേൾക്കണം. ആരാ? അമേരിക്കയുടെ സാറ്റലൈറ്റിന്റെ ശൃംഖലയ നാസ, നാഷണൽ എയറോനോട്ടിക്കൽ സയന്റിഫിക് അഡ്മിനിസ്ട്രേഷൻ. ദാണ്ട് ശംഖുമുഖത്തുനിന്ന് ഒരു വിമാനം 33,000 അടി ഉയരുമ്പോൾ അമേരിക്കയിലെ സാറ്റലൈറ്റിനകത്ത് കാണാം ഗലീലിയോ പ്രോജക്ട്. അതാ പാറശാല കഴിഞ്ഞ് ഇഞ്ചിവള കയറുമ്പോൾ വെൽക്കം ടു സെൽവൻ തമിഴ്നാട്. മനസ്സിലാകുന്നവർക്കായി കുഴിത്തറയിൽ പോയി കട്ടൻ ചായ അടിച്ച് കളിക്കാവള വന്ന് വീണ്ടും ഇഞ്ചള വരുമ്പോൾ വെൽക്കം ബാക്ക് BSNL കേരള. കര ഉയർത്തുന്നവർക്കായി സന്തോഷം ഇല്ലല്ലോ അമ്മാമേ. അങ്ങനെയെങ്കിൽ അത്രയും സാറ്റലൈറ്റ് അമേരിക്കയ്ക്ക് കിടക്കുന്നത്. അവനെ കാണാൻ ഒരു വിമാനം തിരുവനന്തപുരത്ത് നിന്ന് കയറുമ്പോൾ അതിന് സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. അതിൻ്റെ പേരാ ബട്ടർഫ്ലൈ എഫക്റ്റ്. ആ കമ്പ്യൂട്ടർ അമേരിക്കയുടെ ഉള്ളത്. പക്ഷേ അമേരിക്ക എത്ര കാറ്റടിച്ചു. റീത്ത അടിച്ചു, കത്രീന അടിച്ചു, വിൽമ അടിച്ചു, ഹാർവി അടിച്ചു, ഫ്ലോറൻസ് അടിച്ചു, ലോറൻസ് അടിച്ചു. ഒരു കമ്പ്യൂട്ടറിലും കണ്ടില്ല. ഇന്ന് രാത്രി പളുകരെ, യഹോവയെ മറക്കുന്നവരെ ഈ ദോർത്തുകൊള്ളേ, അവൻ നിന്നെ കീറിക്കളയും. വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. നീ ദൈവത്തോട് മറുതലിച്ചാൽ
സാറ്റലൈറ്റിനെ പോലും കാണാതെ കാറ്റടിക്കാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. രണ്ടാമത്തെ കാര്യം കേട്ടാട്ടെ, ഏറ്റവും നിർണായകം. ഈ ബിൽ ക്ലിൻ്റൺ ആരായിരുന്നു? അമേരിക്കയുടെ പ്രസിഡന്റ്. അന്ന് ഈ അബോർഷൻ ലൈസൻസ് 7 മാസം പ്രായമുള്ള കുഞ്ഞിനെ സഹോദരിമാർ വീട്ടിനകത്ത് വയറ്റിട്ട് ഞെക്കിയിട്ട് ആശുപത്രി ചെന്നിട്ട് പറയും കുഞ്ഞ് മരിച്ചുപോയി. അങ്ങനെ കുഞ്ഞിനെ കൊല്ലുന്നതിനുള്ള അബോർഷൻ ലൈസൻസ് കൊടുത്തു. 75 ലക്ഷം കുഞ്ഞുങ്ങളെ അമേരിക്ക കൊന്ന് തള്ളിയത്. ആ നിയമം വന്നപ്പോൾ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പോപ്പ് ഞാൻ ബഹുമാനിക്കുന്നു. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, സാറേ അമേരിക്കയെ ദൈവം തകർക്ക്, മക്കളെ യഹോവ തരുന്ന ദാനം ഉദരഫലം യഹോവയുടെ പ്രതിഫലം, കുഞ്ഞുങ്ങളെ കൊല്ലരുത്.